السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസീൽ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ സൂറ ബഖറയിലെ 54-ാമത്തെ വചനത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഇദ് ആതൈനാ മൂസൽ കിതാബ വൽ ഫുർഖാന ലഅല്ലകും തഹ്തദൂൻ. വഇദ് ആതൈന, നാം നൽകിയ സന്ദർഭം ഓർക്കുക. മൂസ അലൈഹിസ്സലാമിന് അൽ കിതാബ, വേദഗ്രന്ഥത്തെ, വൽ ഫുർഖാന, ഫുർഖാനെയും. വിവേചിച്ചറിയുവാനുള്ള കഴിവിനാണ് ഫുർഖാൻ എന്ന് പറയുന്നത്. ലഅല്ലക്കും, നിങ്ങൾ ആയിത്തീരുന്നതിന് വേണ്ടി, തഹ്തദൂൻ, ഏറ്റവും ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥത്തെയും ഈ വിവേചന പാഠത്തെയും നൽകിയിരിക്കുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന് അങ്ങനെയൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് സംബന്ധമായിട്ട് ചെറിയ ഒരു വിശദീകരണത്തിൽ The Quran itself makes it clear in chapter 7 verses 146, 151, 155 that it was only the tablets and not the Pentateuch that was given to Musa on Mount Sinai. സിനായ് പർവ്വതത്തിൽ വെച്ച് മൂസ അലൈഹി സ്വലാമിന് ആദ്യം നൽകപ്പെട്ട 5 ഗ്രന്ഥങ്ങളുണ്ട്. അത് അല്ല, ഇത് വെറും ടാബ്ലറ്റ്സ്, ശാസന പലക, രേഖ എന്ന നിലയിലുള്ളതാണ് എന്നാണ് നൽകുന്ന വിശദീകരണം. ആസ് എക്സ്പ്ലെയിൻഡ് അണ്ടർ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, the word the book does not necessarily mean a book but anything on which something is written. ഈ ഗ്രന്ഥം എന്ന് ഇവിടെ പറയപ്പെട്ടതുകൊണ്ട് സമ്പൂർണമായ ഗ്രന്ഥമല്ല ഉദ്ദേശിക്കുന്നതെന്നും, ഒരു കൽപ്പന ഏതെങ്കിലും ഒരു പേപ്പറിൽ രേഖപ്പെടുത്തപ്പെടുകയാണെങ്കിൽ അതിന് ഗ്രന്ഥം എന്ന് പറയാവുന്നതാണ് എന്നും ആണ് ഇത് വിശദീകരണമായിട്ട് പറയുന്നത്. അപ്പോൾ മൂസ അലൈഹിസ്സലാമിന് ഗ്രന്ഥം നൽകി എന്ന് പറഞ്ഞാൽ ചില കൽപ്പനകൾ നൽകി. വൽ ഫുർഖാൻ, അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ വിവേചിച്ചറിഞ്ഞ് അവരെ നേർവഴിയിലൂടെ നയിക്കാൻ പര്യാപ്തമായ നിലയിൽ ഉള്ള കാര്യങ്ങളൊക്കെ മൂസ അലൈഹിസ്സലാമിന് നൽകി. എന്തിനു വേണ്ടിയാ? ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ നേർവഴിയിലൂടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ ശാസനകൾ, ഈ കൽപ്പനകൾ നൽകിയതും ഈ വിവേചിച്ചറിഞ്ഞ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള വഴിയും. ഇത് മുൻകാലങ്ങളിൽ അപ്രകാരം നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഇക്കാലത്തും നമുക്ക് ഈ വേദഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. അല്ലാഹു തആല നൽകപ്പെട്ടതാണ്. ഈ ഫുർഖാൻ
വിവേചിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, വഴി കാണിക്കുന്നതിന്, നിങ്ങൾ ഏറ്റവും ഉത്തമമായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഉള്ള നിയോഗിതരെ അല്ലാഹു തആല നിയോഗിക്കുന്നത്. നിങ്ങൾ നല്ലവരായി തീരുന്നതിന് വേണ്ടി. അതിന് ഗ്രന്ഥം മാത്രം കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. ഗ്രന്ഥത്തിലുള്ള എത്രയോ മഹത്വപൂർണമായ കാര്യങ്ങളാണ് നമ്മൾ ദിവസവും വാട്സപ്പിലൂടെയും മറ്റും ലോകമെമ്പാടും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രന്ഥം മഹത്വമുള്ളതാണ്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഉത്തമങ്ങളാണ്, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകൾ ധാരാളം എല്ലായിടത്തേക്കും വ്യാപിക്കുന്നു. അത് ഗ്രന്ഥത്തിലുമുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നടപ്പിലാക്കുമ്പോൾ മാത്രമേ ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഏറ്റവും നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതിന് നിങ്ങൾക്ക് ഈ ഗ്രന്ഥവും വേണം, വൽ ഫുർഖാൻ, അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് ആ വിവേചനപൂർവ്വം അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അങ്ങനെ ദ വേർഡ് ബുക്ക് ഹിയർ റെഫേഴ്സ് നോട്ട് ടു പെൻറ്റാറ്റ്യൂക്സ് പെൻറ്റാറ്റ്യൂക്സ് എന്ന് പറയുന്നത് വേദഗ്രന്ഥം ആണ്. ആ വേദഗ്രന്ഥമല്ല ഇവിടെ അത് ഉദ്ദേശിക്കുന്നത്. ബട്ട് ടു ദ 10 കമാൻഡ്മെൻറ്റ്സ്, 10 കൽപ്പനകൾ അടങ്ങുന്ന ഒരു ഫലകം. ദാറ്റ് വെർ റിട്ടൺ ഓൺ ദ ടാബ്ലറ്റ്സ്, അത് ഈ പലകയിൽ അഥവാ രേഖയിൽ എഴുതപ്പെട്ട 10 കൽപ്പനകൾ മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയും. അപ്പം ഈ 10 കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, അത് വിവേചിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമുന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഏറ്റവും നല്ല, ദാറ്റ് യു മൈറ്റ് വാക്ക് എറൈറ്റ്, ഏറ്റവും നല്ല വഴികളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. ഇതുപോലെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. ഇതിൽ പറയുന്ന കൽപ്പനകളും ഉപദേശങ്ങളും, ഇതൊക്കെ ഉപദേശങ്ങളാണ്. മുൻകാലങ്ങളിൽ ഇന്നതുപോലൊക്കെ നൽകി, പക്ഷേ ആ ജനത അതൊന്നും സ്വീകരിക്കാഞ്ഞത് മൂലം അവർക്ക് വന്ന ദുരന്തങ്ങൾ, അവർക്ക് വന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവരക്രമികളായി തീർന്നതിൻ്റെ തലമുറകളുടെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇന്ന് നമ്മൾ സത്യത്തിൽ ഇത് നോക്കിക്കാണുകയാണെങ്കിൽ ലോകത്ത് ഈ ദുരന്തം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് മനുഷ്യൻ, ഭരണാധികാരികൾ, വ്യക്തികൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ദുരന്തങ്ങൾ ലോകം പേറിക്കൊണ്ടിരിക്കുന്നത്. The verses would therefore mean that God gave Musa alayhi salam not only the book. മൂസ അലൈഹി സലാം അല്ലാഹു തആല ഈ ഗ്രന്ഥം മാത്രമല്ല ഓർ ദ കമാൻഡ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഈ കൽപ്പനകൾ റിട്ടൺ ഓൺ ദ ടാബ്ലറ്റ്സ്, ആ ഫലകത്തിൽ എഴുതപ്പെട്ട കൽപ്പനകൾ മാത്രമല്ല നൽകിയത്. ബട്ട് ആൾസോ സച്ച് ക്ലിയർ സൈൻസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്, വ്യക്തമായ വാദമുഖങ്ങളും അദ്ദേഹത്തിന് ഉന്നയിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും അദ്ദേഹത്തിന് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമൂലം അത് ഇന്നതുപോലെ അദ്ദേഹത്തിന് പാമ്പിന് അത്ഭുതകരമായ നിലയിലുള്ള അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അന്നത്തെ ജനതയ്ക്ക് പര്യാപ്തമായത് എന്താണോ അത്. ഇതുപോലെ ഇന്ന് ലോകത്ത് ഇന്നതുപോലെയൊക്കെ സംഭവിക്കും, ഇന്നതുപോലെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദുരന്തങ്ങൾ പേറേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകപ്പെടുന്നുവെങ്കിലും അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്തത് മൂലം ദൃഷ്ടാന്തങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് ആൾസോ സച്ച് ക്ലിയർ സൈൻസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് brought about such events as led to clear discrimination between truth and falsehood. സത്യവും അസത്യവും കൂടി വേർതിരിച്ചറിയുന്നതിനുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ തെളിവുകളും അവരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് എല്ലാ കാലത്തും അപ്രകാരമുണ്ട്. നമ്മുടെ മുമ്പിലും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ചുമുണ്ട്. പക്ഷേ നമ്മുടെ സ്വാർത്ഥത മൂലം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ നഫ്സിൻ്റെ ഇച്ഛയ്ക്കനുസൃതമായിട്ടാണ്. വേദഗ്രന്ഥത്തിൽ പറയുന്നതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി അതനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാകുന്നത്, നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനും കഴിയുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ, അവൻ്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന വഴി എന്താണോ അതിന് നമ്മൾ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിലാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാകുന്നത്.
ഇപ്പോൾ ആളുകളൊക്കെ സ്വന്തം തീരുമാനത്തിലാണ്. സ്വന്തം തീരുമാനം എടുക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കാൻ. അതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വഴിയിലൂടെ പോകാം. ഇനി നിങ്ങൾക്ക് അത് ഇച്ഛിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് പോകാം. അപ്പോൾ സത്യവും അസത്യവും വളരെ വ്യക്തമായ നിലയിൽ വചനങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ഉപദേശ രൂപങ്ങളിലൂടെയും ഒക്കെ മാനവകുലത്തിന് എക്കാലത്തും അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും ഉത്തമമായ വഴികളിലൂടെ പോകാം. പക്ഷേ അത് നമ്മുടെ നെഫ്സ് പറയുന്നതനുസരിച്ചുള്ള തീരുമാനമായിരിക്കില്ല. നമ്മളെ വിട്ടുകൊടുക്കണം. ഈ നെഫ്സിനെ അള്ളാഹുവിന് വിട്ടുകൊടുക്കണം, അവൻ്റെ ദൂതന് വിട്ടുകൊടുക്കണം, അവർ നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷകരമായ സുഖകരമായ ഒരു ജീവിതം ഈ ലോകത്ത് കണ്ടെത്താൻ കഴിയും. അതുപോലെ പാരത്രിക ലോകത്തും അപ്രകാരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് അടുത്ത വചനവുമായി മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നൽകുന്ന ഈ വചനങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായും അല്ലാഹുവിനും അവൻ്റെ പ്രവാചകൻ്റെയും മുമ്പിൽ നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ, ആ ഉപദേശ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ അല്ലാഹു തആല ഇഹലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലൂടെ പരലോകമാകുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ കഴിയുന്നതാണ്. അതിനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ. മാനവകുലത്തിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹു അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.